പ്രൈസ് ലോഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ വിളി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും വിളി തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കാതിരുന്ന ഒരു വ്യക്തികളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഒന്നാമത്തെ പുരോഹിതനായ ശുശ്രൂഷ ചെയ്ത ഏലിയയുടെ ജീവിതത്തിൽ തൻ്റെ കുടുംബം തകർന്നുപോയി. ഒന്നാമത്തെ രാജാവായ ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബം തകർന്നു പോകുന്ന അതായി കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലവും നമുക്ക് അതിന് പകരമായി ഇസ്രായേലിൻ്റെ രാജാവായി ഒന്നാമത്തെ രാജാവായി ശൗലിനെ വിളിച്ച് ശൗലിനെ നീക്കിയിട്ട് അതിന് പകരമായി അഭിഷേകം ചെയ്ത ദാവീദ് എന്ന രാജാവിനെയാണ്. ഇശായിയുടെ ഭവനത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ ഹിതമെല്ലാം നിർവഹിക്കുമെന്ന് പറഞ്ഞാണ് ദൈവം അവനെ ആടുകളെ മേയ്ക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് വിളിച്ച് സഹോദരന്മാരുടെ മധ്യത്തിൽ, മാതാപിതാക്കളുടെ മധ്യത്തിൽ, നാട്ടുകാരുടെ മധ്യത്തിൽ അവൻ്റെ തലമേൽ അഭിഷേകം ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവഹിതം ചെയ്യുവാൻ വേണ്ടി അവനെ വിളിച്ച് വേർതിരിക്കുന്നു. അവനെ അപ്പൻ്റെ ആടുകളെ മേയിച്ച സമയത്ത് കാട്ടിൽ ഇരുന്നു കൊണ്ട് ഈ അഭിഷേകത്തെ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അഭിഷേകം കൊടുത്ത അഭിഷേകത്തെ പല നിലയിൽ അവൻ വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ്റെ ജീവിതത്തിൽ നേരെ ഒരു കരടി വന്നു, ആ കരടിയെ അവൻ വലിച്ചീറിക്കളയുന്നു. അതിന് നേരെ സിംഹം വന്നു, സിംഹത്തെ ജയിക്കുന്നു. ഇങ്ങനെ പല നിലയിൽ തനിക്ക് കൊടുത്ത അഭിഷേകം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒറ്റയ്ക്ക് കാട്ടിലിരുന്ന് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ തൻ്റെ ഇടയനായി താൻ കണ്ടുകൊണ്ട്, ദൈവത്തെ ഇടയനായി കണ്ട്, താൻ ഒരു ഇടയനാണ്, തൻ്റെ അപ്പൻ്റെ ആടുകളെ പരിപാലിപ്പിക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് ആടുകളെ പരിപാലിക്കുന്നതിൻ്റെ അത്ര വിശ്വസ്തയൊക്കെ കാണിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദൈവം ഈ കൊടുത്ത അഭിഷേകത്തിൽ അവൻ്റെ വിളിയിലേക്ക്, അവൻ്റെ തിരഞ്ഞെടുപ്പിനെ ജനത്തിൻ്റെ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിനായി അന്ന് ഒരു യുദ്ധം അവിടെ ഉണ്ടായി. ശൗലിൻ്റെ നേരെ ഫെലിസ്ത്യൻ എന്ന മല്ലനായ ഗോലിയാത്ത് വന്ന് യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധം കൊടുമ്പരി കൊണ്ട് നടക്കുമ്പോൾ ഈ യുദ്ധത്തിന് പ്രത്യേകതയുണ്ട്. ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യേണ്ടത്. കുടുംബമായി അല്ലെങ്കിൽ എല്ലാ പട്ടാളക്കാരുമായിട്ട് ചേർന്നല്ല, എല്ലാവരുമായിട്ടല്ല, ഒരു മല്ലനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് ഗോലിയാത്തൊരു ആ യുദ്ധത്തിനൊരു കാര്യങ്ങൾ വെച്ചു. ആ യുദ്ധത്തിൽ ഇങ്ങനെ ശൗലും കൂടെയുള്ള പടയാളികൾ ഇവൻ്റെ വലിപ്പവും പൊക്കമൊക്കെ കണ്ടിട്ട് പേടിച്ച് ഭയന്നിരിക്കുമ്പോൾ ദൈവം അഭിഷേകം ചെയ്ത് ആ രാജ്യത്വത്തിലേക്ക് അവനെ കൊണ്ടുപോകുവാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി, ഒരു പരീക്ഷാ ഘട്ടത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന പോലെ ദാവീദിൻ്റെ അപ്പൻ പറഞ്ഞു, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് യുദ്ധത്തിന് പോയി അവരെ കണ്ടുവരാൻ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ ദാവീദ് ആ യുദ്ധക്കളത്തിൽ വരുമ്പോൾ അവിടെ ഭയങ്കര വെല്ലുവിളി നടക്കുന്നു. കാര്യങ്ങൾ ചോദിക്കുന്നു, ഇങ്ങനെ ഒരാൾ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നു, ഇസ്രായേൽ പണത്തെ വെല്ലുവിളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും ദാവീദിൻ്റെ കയ്യാൽ ഈ മല്ലനെ കൊന്നിട്ട് രാജ്യത്വം ഏറ്റെടുക്കേണ്ട ഒരവസരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ ഇത് സാത്താൻ മനസ്സിലാക്കി ദുരാത്മാവ് ബാധിച്ച ശൗല് പറയുന്നു, ഈ മല്ലനെ കൊന്നാൽ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും, അവനെ രാജ്യത്തിൽ ഇതിൻ്റെ സമ്മാനങ്ങൾ കൊടുക്കും എന്ന് ഒരു ഓഫർ വെക്കുക. അപ്പോൾ പടക്കളത്തിൽ ചെല്ലുന്ന ദാവീദ് കേൾക്കുന്നത് തനിക്ക് ഇതിനെ കൊന്നാൽ ഇന്ന പോലെ കിട്ടുമെന്നുള്ളൊരു ഓഫറിങ്ങാണ് കിട്ടുന്നത്. 1 ശമൂവേൽ പുസ്തകം 17 അധ്യായത്തിൽ ഇവനെ കണ്ടോ, ഇസ്രായേലിനെ നിന്ദിപ്പാൻ ഇവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കി തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിൽ ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരു ഓഫർ വെക്കുക. ദൈവീയ അഭിഷേകത്തിൽ ദൈവവിളിയിൽ നിന്ന് മാറ്റിച്ച് കളയുവാൻ പെട്ടെന്ന് ഒരു സമ്മാനങ്ങൾ കൊടുത്ത്, സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഇവൻ്റെ ലക്ഷ്യത്തെ അവിടെ തടയുന്നതായിട്ട് കാണാം. യുദ്ധം ജയിക്കുന്നു. പക്ഷെങ്കിൽ യുദ്ധം ജയിച്ച് ഇവനിപ്പോൾ രാജസ്ഥാനത്തല്ല ഇരിക്കുന്നത്, ശൗലിൻ്റെ മകളെ കല്യാണം കഴിച്ച് മിമികളെ കല്യാണം കഴിച്ച് കൊട്ടാര സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗൽ ഇവനെ
മരുമകനായിട്ടല്ല കണ്ടത്, ഒരു ഭൃത്യനായിട്ട് ആക്കുവാനിടയെത്തുന്നു. രാജാഭിഷേകം ചെയ്തവൻ്റെ വിളിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കാതെ അവൻ്റെ ലക്ഷ്യത്തെ സമ്മാനങ്ങൾ കൊടുത്ത്, ഓഫറുകൾ കൊടുത്ത് അവൻ്റെ ദൃഷ്ടിയെ മാറ്റി അവനിപ്പോൾ കൊട്ടാര സുഖത്തിലേക്ക് കയറുകയും അവൻ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് രാജ്യം ഭരിക്കേണ്ടവൻ ആ രാജകൊട്ടാരത്തിലെ അവൻ ശൗലിൻ്റെ ഒരു ഭൃത്യനായി തീരുന്ന ഒരു കാഴ്ചപ്പാട് അവിടെ കാണുന്നത്. അവിടെ പറയുന്ന ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ദാവീദ്, നിന്നെ വിളിച്ചത് രാജാവായിട്ടല്ലേ, നിന്നെ തിരഞ്ഞെടുത്തത് ഞാൻ അതിനു വേണ്ടിയല്ലേ? ഇപ്പം നീ പടജനത്തിൻ്റെ മേധാവിയായിരിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? അവനിതൊന്നും ഇപ്പം മനസ്സിലാകുന്നില്ല. അവൻ്റെ അഭിഷേകവും അവൻ്റെ ശക്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവൻ ഗോലിയാത്തിനെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ, അവനങ്ങ് പേരെടുത്ത് കഴിഞ്ഞപ്പോൾ, അവൻ്റെ വിളിയിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് അവനെ മായ്ച്ചു കളയുവാൻ തക്കവണ്ണം ദുരാത്മാ മണ്ഡലങ്ങൾ കയറിയ ശൗലിൻ്റെ മേൽ കയറി ഇവനെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിയത് ദാവീദ് അറിയുന്നില്ല. കൊട്ടാരസുഖത്തിൽ മുന്നോട്ട് പോയി അവിടെ നമ്മൾ പറയുന്നു അവനെ സഹസ്രാധിപനാക്കി. പട്ടാളത്തിൽ യുദ്ധം ചെയ്യുവാനാണോ ഇവനെ വിളിച്ചല്ല, ഇവൻ യുദ്ധം നിയന്ത്രിക്കാൻ രാജസ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യം ഭരിക്കുവാനാണ് വെച്ചത്. ആ രാജ്യത്തിൽ ഭരിക്കുവാൻ വിളിച്ചവൻ ഇപ്പോൾ അവിടെ ചെല്ലുന്നു. കൊട്ടാരസുഖങ്ങൾ കുറച്ച് ദിവസം മുന്നോട്ട് പോയി. അതിനുശേഷം ആ കൊട്ടാരത്തിൽ നിൽപ്പാൻ കഴിയാത്തവണ്ണം ഉള്ള പോരുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അപ്പം ദൈവഹിതപ്രകാരം എല്ലാം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം അഭിഷേകം കൊടുത്ത ദാവീദ്. ദൈവമക്കളെ, നമുക്കും ഇതുപോലെയല്ലേ ദൈവം നമുക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഇന്ന ദേശത്ത്, ഇന്ന പട്ടണത്തിൽ, ഇന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ, ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ ജയിപ്പാനൊക്കെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് കഴിയുമ്പോൾ, നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റുന്ന ഓഫറുകൾ വരും. ഇന്നെനിക്കറിയാം അനേക അഭിഷക്തന്മാർ, അവരെ പറഞ്ഞു വിടേണ്ട ദൈവം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ദൈവം വെക്കുന്ന ചർച്ചുകളുണ്ട്, പട്ടണങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. അവിടെ ശുശ്രൂഷ ചെയ്യാനാണ് അവരെ വിളിച്ചത്. പക്ഷെങ്കിൽ അവരുടെ ലക്ഷ്യത്തെ തെറ്റി പെട്ടെന്ന് ഓഫർ വരുന്നു, വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ വരുന്നു, വിദേശ സഭകൾ തരുന്നു, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ കൂടെ വിദേശത്തേക്ക് പോകാനുള്ള ഓഫറിങ് വരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പല അഭിഷക്തന്മാരും അവരുടെ വിളിയിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി അവരെവിടെ പോയിരിക്കുകയാണ്? അവർ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ഭൃത്യനെ പോലെ അഭിഷേകം പ്രാപിച്ചൻ വിദേശ രാജ്യങ്ങളിൽ പോയി ഇവിടെ ഈ പട്ടണത്തിൽ പലിസ്തൻ്റെ തല തീർക്കാൻ, ഇവിടുത്തെ പൈശാച കോട്ടകളെ തകർക്കുവാൻ, ഇന്ത്യയിൽ വെച്ചിരിക്കുന്ന അന്യാരാധന പോരുകളെ തകർത്തെടുക്കുവാൻ വിളിച്ചവർ ഇന്ന് പലരും മറ്റ് രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞാൽ ഭൃത്യന്മാരെക്കാട്ടും അഭിഷക്തന്മാർ പലരും ഇപ്പം വീട്ടുവേലയും ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്, അവർ പാർട്ട് ടൈമൊക്കെ ചെയ്യുന്നു. ആടിനെ മേയ്ക്കുന്ന വേലയിൽ നിന്നാണ് ദാവീദിനെ വിളിച്ചത്. നമ്മളെയും വിളിച്ചത് ഉന്നതമായ IT ഫീൽഡിലോ ഏതെങ്കിലും ബിസിനസ്സിലോ എവിടെയോ ഇരിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമെന്ന് മനസ്സിലാക്കി സഹോദരന്മാർക്ക് കൊടുക്കാത്ത, ആർക്കും കൊടുക്കാത്ത വിളി നമുക്ക് ലഭിച്ചിട്ട് ആ വിളി ലഭിച്ചവർ എവിടെ പോയിരിക്കുന്നു? വിളിയിൽ നിന്ന് മാറിപ്പോയത് അറിഞ്ഞില്ല. അവർ ചെയ്യുന്നതും കർത്താവിൻ്റെ വേലയല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശൗലിൻ്റെ വിത്തനായിരുന്ന് യുദ്ധം ചെയ്യുന്നതല്ല, ഇസ്രായേലിന് വേണ്ടിയാണ് ദാവീദ് യുദ്ധം ചെയ്യുന്നത്. പല പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് ഇവനെ പറഞ്ഞു വിടുമ്പോൾ അവിടെ എല്ലാം ജയിച്ചു വരുന്നു. അപ്പോൾ ശൗലിൻ്റെ ഉദ്ദേശം ഇവൻ ആ പ്രശ്നബാധിതമായ സ്ഥലത്ത് പോയാൽ ഫെലിസ്ത്യൻ്റെ കയ്യാൽ ഇവനെ കൊല്ലണം അങ്ങനെയുള്ളതാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാത്ത പൗലോസ് പലപ്പോഴും പറയുന്നു, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പത്രോസിന് വ്യക്തമായി പറഞ്ഞു, തൻ്റെ വിളിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പോയ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യം താൻ മടങ്ങി വന്നിട്ടാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കാൻ പറഞ്ഞത്. അതിൽ പ്രിയരെ, ഈ ദിവസങ്ങൾ ഇതൊക്കെ എന്തിനാണ്? ഒന്നാമത്തെ രാജാവായി, ഒന്നാമത്തെ പുരോഹിതനായി ദാവീദ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്തിൽ അവനെ ലേവി ഗോത്രത്തിലുള്ളാലും അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. അവൻ പുരോഹിതന്മാർക്ക് മാത്രം കഴിപ്പാനുള്ള അപ്പമൊക്കെ എടുത്ത് കഴിക്കുന്ന ആ പൗരോഹിത്യത്തിലേക്ക് അവൻ ഡയറക്റ്റ് കയറുവാനിടയായിത്തീരുന്നു. അപ്പോൾ രാജകീയ പുരോഹിത ശുശ്രൂഷയെ വിളിയിട്ടെങ്കിൽ ആ വിളിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പുത്രത്തിലും അവകാശവും ദൈവത പോകുമ്പോൾ അവൻ്റെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയാനിടയെത്തുന്നു. അവന് കൊട്ടാരസുഖം മാറി ഇപ്പോൾ വെളിയിലിറങ്ങി. ശൗലിനെ കൊല്ലാൻ പുറകെയിട്ട് ഓടിക്കുകയാണ്.
ആ രാജ്യത്തിൻ്റെ രാജസിംഹാസനത്തിൽ നിന്ന് ഭരിക്കേണ്ടവൻ, ഓർഡറിടേണ്ടവൻ, കൽപ്പന ചെയ്യേണ്ടവൻ ഇപ്പം രാമി വിവരങ്ങളിലും പാറയെടുക്കലിലും പേടിച്ചോടി നടക്കുകയാണ്. അതുമാത്രമാണോ, ഇപ്പോൾ തനിക്ക് ഭക്ഷിപ്പാൻ പോലും ആഹാരമില്ല. തൻ്റെ കൂടെ വന്ന് ചേർന്നിരിക്കുന്നവർ കടമുള്ളവരും ഞെരുക്കമുള്ളവരും പലരാണ്. തൻ്റെ മാതാപിതാക്കളെ നോക്കുവാൻ കഴിവില്ലാത്തതുകൊണ്ട് വേറൊരിടത്ത് കൊണ്ടുവന്ന് ആക്കുന്നതായിട്ട് നമുക്ക് കാണാം. പല നിലയിൽ അവൻ്റെ ജീവിതത്തെ പൈശാചിക കിങ്ഡം തകിടം മറച്ചുള്ളൊരു ജീവിതമാണ്. ഈ ദാവീദിൻ്റെ ജീവിതം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ അവസാനം വായിക്കുമ്പോൾ ശരിയാണ്, അവൻ ദൈവഹിതപ്രകാരം ചെയ്തെങ്കിലും അവൻ്റെ വിളി, അവൻ്റെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാതെ വന്നപ്പോൾ, അതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാകുന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് മോവാബിലെ മിസ്പയിൽ ചെന്ന് മോവാബ് രാജാവിനോട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന അറിയുവോളും എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവാദം കൊടുക്കണം. അപ്പം ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാനാണ്. ഇപ്പോൾ ആരുടെ അടുക്ക പോവുക? മോവൻ. ദൈവം ദാവീദെ നിന്നെ വിളിച്ചത്, ദൈവം ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് വിളിച്ചത്. നിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞ ഓഫർ കണ്ട്, സമ്മാനങ്ങൾ കണ്ട്, ലോകത്തിൻ്റെ മോഹത്തിലേക്ക് പോയി, കൊട്ടാരങ്ങൾ കണ്ട് കൊട്ടാരത്തിലേക്ക് തിരിഞ്ഞ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന് സംഭവിച്ചത് ദൈവഹിതപ്രകാരമാണോ? അല്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് ദൈവഹിതപ്രകാരമാണ്, ദൈവത്തിൻ്റെ വിലയ്ക്ക് വേണ്ടിയെല്ലാം വിട്ടിറങ്ങിയിട്ടാണ് എനിക്ക് പോരുകൾ വന്നെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ആശ്വസിക്കുക. ദൈവമക്കളെ, ഇതല്ല ശരിക്കും നമ്മുടെ വചനത്തിൽ കൂടെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇത് പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാണ്. ജാതികളായി നമ്മൾക്ക് ഇസ്രായേലിനെ തള്ളിയിട്ടാണ് നമുക്ക് ഈ അഭിഷേകം തന്നത്. ശൗൽ എന്ന രാജാവിനെ തള്ളി മാറ്റിവെച്ച് ദാവീദിനെ എടുത്തതുപോലെ നമുക്ക് ആ വിളി കിട്ടിയവരാണ്. ആ വിളിയിൽ നിൽക്കാതെ വന്ന നിമിത്തം അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു. അവനിപ്പോൾ സിക്ലാഗിൽ ചെന്ന് അവസാനം പറയുമ്പോൾ അവനെ പഠിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകം പറയുമ്പോൾ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ട് പോയത് ഓടിച്ചു കളഞ്ഞ് ഫെലിസ്ത്യരുടെ ദേശത്ത് അവിടെ പോയി. ദാവീദ് അവിടെ ചെന്ന് കെഞ്ചി ആ രാജ്യത്തിലെ രാജാവിനോട് പറയുകയാണ്, എനിക്കൊരു അല്പം സ്ഥലം വേണം. ദാവീദ് ഒരു ദിവസം ഇവിടെ പോയി 27 ഫെലിസ്ത്യരുടെ ദേശത്ത് ഓടിപ്പോയി. അവിടുത്തെ രാജാവിനോട് പറഞ്ഞ് ആകീശിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് എനിക്ക് അല്പം സ്ഥലം വേണം. നോക്കണമേ, ഇസ്രായേൽ എന്നുള്ള ദാൻ മുതൽ ബർശേബ വരെയുള്ള രാജ്യത്തിലെ രാജാവായിട്ടിരിക്കുന്നവൻ അന്യസംസ്ഥാന ശത്രുവിൻ്റെ കീഴെ പോയി ചോദിച്ചു മേടിക്ക് ഇച്ചിരി സ്ഥലം തരാമോ? അവൻ പറഞ്ഞു സ്ഥലമില്ല, കുഴപ്പമില്ല. അവൻ സിക്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലം കൊടുത്തു. അവിടെ പാർത്ത് ഇപ്പം യുദ്ധം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആർക്ക് വേണ്ടിയാണ്? ശത്രുവിന് വേണ്ടി യുദ്ധം ചെയ്തു. പണ്ട് ശിംശോൻ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപൻ ശത്രുവിന് വേണ്ടി മാവ് പൊടിച്ച പോലെ എൻ്റെ കണ്ണ് കുത്തിപ്പെട്ടിപ്പിച്ച് വെളിയിൽ നിന്ന് മാറിപ്പോവൻ്റെ കണ്ണ് കുത്തിപ്പെട്ടിച്ച് വിളിക്കുന്ന പോലെ ഇപ്പോൾ ഇവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ വിളി കിട്ടിയവൻ ശത്രുവിൻ്റെ രാജ്യത്ത് പോയി പാർക്കുകയാണ്. അല്പം സ്ഥലമൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് വാഴുകയാണ്. തൻ്റെ കൂടെ ഇപ്പം 100-200 പേരുമുണ്ട്. ഏത് രാജ്യം ഭരിക്കാനാണ് വിളിച്ചത്? ഇസ്രായേലിലെ രാജാവായി. അവൻ്റെ സിംഹാസനം എന്നേക്കും ഇട്ട് അതിൽ ദാവീദ് പുത്രനായ ക്രിസ്തു ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രേഷ്ഠകരമായൊരു വിളിയാണ്. അവൻ്റെ കാലം കൊണ്ട് ആ രാജ്യത്വം അവസാനിക്കുന്നില്ല. നിത്യരാജ്യത്വത്തിന് വേണ്ടി അവനെ വിളിച്ച വിളിയാണ്. ആ വിളിയുടെ ശ്രദ്ധ മനസ്സിലായില്ല. അവന് ഈ ഭൂമിയിൽ ജീവിച്ച രാജാവായിട്ട് മരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മാത്രമേ അവനുള്ളായിരുന്നു. പക്ഷേ ആ വിളിയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയ പിശാച് ഇവൻ ഇടുന്ന സിംഹാസനത്തിൽ ദാവീദ് പുത്രനായ ക്രിസ്തു വന്ന് ഭരിക്കേണ്ടതാണ്. അവൻ നിത്യരാജ്യത്വമുള്ള ആ രാജസിംഹാസനം തെറിപ്പിച്ചിട്ട് ഇപ്പോൾ അവൻ പോയത് ഏത് ശത്രുവിൻ്റെ മുമ്പിൽ ഇവൻ ജയിച്ചു കയറി ഫെലിസ്ത്യനെ ചെങ്കിൽ ആ ഫെലിസ്ത്യ ദേശത്ത് തന്നെ പോയി അഭയാർത്ഥിയായി അഭയം ചൊല്ലി അവൻ്റെ കൈക്കിൽ നിന്ന് കിട്ടുന്നതും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അഭിഷക്തൻ മാറിപ്പോയി. അനേക അഭിഷക്തന്മാർ ഇങ്ങനെ ശത്രുവിൻ്റെ രാജ്യത്ത് എന്നപോലെ സഭാ ഹോള് വെക്കാൻ അല്പം സ്ഥലം വല്ലോടൊന്ന് മേടിക്കുകയാണ്. അല്പസ്ഥലം, അല്പം കാര്യങ്ങൾ ഇപ്പം ചോദിക്കും കൈനീട്ടി നിൽക്കുന്ന അഭിഷക്തന്മാർ. അവർക്ക് പാർപ്പാൻ കിടക്കാൻ സ്ഥലം വല്ലുവൻ്റെ അടുക്കൽ പോയി ഇരന്നു വാങ്ങേണ്ട അവസ്ഥകൾ. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി എത്രയോ അഭിഷക്തന്മാർ കഷ്ടം സഹിക്കുമ്പോൾ വിളിച്ചു പറയുന്നു, പത്രോസ്ലീഹ വിളിച്ചു പറയുന്നു, ആകയാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾ അവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര അഭിഷക്തന്മാർ അവരെ ഏൽപ്പിച്ച ദൗത്യമെന്തെന്ന് മനസ്സിലാക്കി
വ്യക്തമായി അവർ സ്റ്റെപ്പ് വെക്കുമ്പോൾ ദാവീദ് ആ പടക്കളത്തിലേക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ ശത്രുവിന് മനസ്സിലായി, ഇവൻ എൻ്റെ തല തകർക്കും, ഇവൻ ഈ രാജ്യത്വം പ്രാപിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഇസ്രായേലിൽ ഇനി എനിക്ക് വാഴുവാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ പിശാച് ദുരാത്മ മണ്ഡലങ്ങളിൽ കയറിയ ശൗലിലേക്ക് കൂടെ പ്രവർത്തിച്ചതുപോലെ നാം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉണ്ട്, ദൈവ നിയോഗങ്ങൾ നമുക്കുണ്ട്. നിയോഗപ്രകാരം ഇറങ്ങുന്ന ആ മേഖലയിൽ ചെയ്യേണ്ട ശുശ്രൂഷകളെ തിരിച്ചറിയാതെ അവിടെ ചെല്ലുമ്പോൾ ആ കളത്തിൽ വ്യാപരിച്ച പടക്കളത്തിൽ വായിച്ച ശത്രുവിൻ്റെ ആ തന്ത്രങ്ങളിൽ തുടങ്ങി അഭിഷക്തന്മാരുടെ ലക്ഷ്യത്തെ തെറ്റിച്ചു വിടുന്ന അനേക അഭിഷക്തന്മാർ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും ഞെരുക്കത്തിലുമായി. സിക്ലാഗിൽ വെച്ച് സകലതും സമ്പാദിച്ചുണ്ടാക്കിയത് മുഴുവൻ അമോലോക്യർ വന്ന് ചുട്ട് തീക്ക് ഇരയാക്കി തീർന്നു, ചാമ്പലാക്കി കളഞ്ഞു. അനേകർക്ക് ദൈവവഴി വിട്ട് ദൈവീയ ശുശ്രൂഷ ദൈവം പറയാത്തടത്ത് പോയി ചെയ്ത് ലഭിച്ചതൊക്കെയും ചാരമായിക്കൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. ഇപ്പം തൻ്റെ രാജാവിൻ്റെ മക്കളായിരിക്കുന്ന രാജകുമാരിമാരായിരിക്കുന്ന രാജ്ഞിമാരായിരിക്കുന്ന ഭാര്യമാരെ ഒന്ന് ശൗമേലിൻ്റെ പുസ്തകം നമ്മൾ 30-ാം അധ്യായം പഠിക്കുമ്പോൾ അമോലോക്യൻ്റെ പാളയത്തിൻ്റെ അകത്ത് ഇവരെ നിർത്തി അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, അവരെ കളിക്കുകയാണ്. ആ നിലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, എത്രയോ അഭിഷക്തന്മാരുടെ കുഞ്ഞുങ്ങൾ രാജകീയ ശുശ്രൂഷ ചെയ്യേണ്ടവർ, അഭിഷേക ശുശ്രൂഷ ചെയ്യേണ്ട തലമുറകളൊക്കെയും ഇന്ന് ശത്രുവിൻ്റെ പാളയത്തിൽ അവരെ കുരങ്ങളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തലമുറകൾ പോയി, ഭാര്യമാർ പോയി, കുടുംബങ്ങൾ തകർന്നു പോയി. ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിളിച്ച വിളിയിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ ഉണ്ടായ വലിയ ദോഷങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വെക്കുമ്പോൾ എന്തിനാണ് ഈ ദാവീദിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സത്യസത്യമായി എഴുതി വെച്ചത്? നമുക്കിതൊന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. നമ്മുടെയും ദൈവം കണ്ട് തിരഞ്ഞെടുത്തവരാ. നമ്മളെ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്നപ്പോൾ, ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നപ്പോൾ, മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നപ്പോൾ നമ്മളെ തേടി വന്ന ദൈവസ്നേഹം, തേടി വന്ന അഭിഷേകം നമ്മൾ മറന്നു പോയി കഴിയുമ്പോൾ, മറന്നതാണോ എന്ന് ചോദിച്ചാൽ മറപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇരുട്ടിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. ഈ അന്ത്യകാലത്ത് സാത്താൻ അല്പസമയമുള്ളെന്ന് മനസ്സിലാക്കി അവൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ പൗലോസ് പറഞ്ഞതിൻ്റെ കാര്യമല്ല, പത്രോസ്ലീഹ പറഞ്ഞ അധികം ശ്രമിക്കേണ്ട കാര്യമുണ്ട്. ഇത് നമ്മുടെ മനസ്സുറപ്പിക്കേണ്ട കാലമാണ്. മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി വേണം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ. നമ്മുടെ കർത്താവ് വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ തകർച്ചയിലേക്ക് പോകരുത്. ഇത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആ തകർച്ചയ്ക്ക് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മളിൽ കൂടി ഒരു ദൗത്യം തന്നെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തൊരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ ആ സൽപ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ വിളിച്ചതാണ്. ആ വിളിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരു തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതെ വളരെ സൂക്ഷ്മതയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു രാവും പകലും പിതാവായ ദൈവത്തോട് ചേർന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതവും ദൈവശബ്ദവും കേൾക്കുവാൻ കാത്തിരുന്നത് പോലെ ഈ അന്ത്യകാലത്ത് നമ്മൾക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തെ പരിചയങ്ങൾ കൊണ്ടും ഇന്നലത്തെ കഴിവുകൾ കൊണ്ടും നമുക്ക് പോയി ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. നമ്മുടെയൊക്കെ ധാരണകളാണ്. ഇന്നലെ ചെയ്തത് പോലെ കർത്താവ് പ്രത്യേക പർപ്പസിന് വേണ്ടി ചില സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മളെ കണ്ടതാണ്. ആ ശുശ്രൂഷ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കയ്യാൽ ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. അതിന് പകരമായി ഞാൻ അവിടെ പോയി ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ പോയി ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്നില്ല, ദൈവം എന്നെ അങ്ങോട്ട് അയച്ചതാണെന്ന് പറഞ്ഞിട്ട് കളിപ്പ് പറ്റിപ്പോകരുത്. വീട്ടിൽ നിന്നിറങ്ങിയത് സ്തോത്രം നല്ല ഉദ്ദേശത്തോടെയാണ് പടക്കളത്തിൽ ചെന്നെങ്കിലും ആ പടക്കളത്തിൽ കിടക്കുന്ന ഓഫർ കേട്ടു, ഇവനെ കൊല്ലുന്നവന് ഇന്ന കൊടുക്കും. നമ്മളും അഭിഷേകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിസ തരാം, ചർച്ച തരാം, പല കാര്യങ്ങൾ ഓഫർ ഇട്ടുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കുമ്പോൾ ഇത് നമുക്കൊരു പാഠമായിരിക്കണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതുവരെയും ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. 30-ാം അധ്യായത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ വിട്ടുപോയി. ബലമില്ലാതോട് കരഞ്ഞു. ദൈവസന്നിധിയിൽ ഇവനാ ഒന്നാമത്തെ ആ യുദ്ധത്തിൽ വന്ന അന്ന് മുതൽ ഇവൻ ദൈവത്തിൽ നിന്നൊരു ആലോചന കേട്ടിട്ടില്ല. കാരണം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട് അവനെ മറ്റ് രീതിയിലേക്ക് തിരിച്ചെങ്കിൽ ഇവിടെ 1 ശമൂവേൽ പുസ്തകം 30-ാം അധ്യായത്തിൽ സകലവും തന്നപ്പോൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി ഏറ്റെടുത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു.
അവൻ അതുവരെ ദൈവത്തിൻ്റെ വേദവസ്ത്രം ശരിക്ക് പഠിക്കുമ്പോൾ അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവഹിത അഭിഷേകമുണ്ട്, പക്ഷേ ആലോചന ചോദിച്ചില്ല. ദൈവഹിതം ചോദിക്കാതെ പോയി. അവൻ ദൈവം അവന് ആലോചന കൊടുത്തു, നീ പോയി പിടിക്കും, പിന്തുടരും, പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവൻ നഷ്ടപ്പെട്ടതിനെ മടക്കി എടുത്ത് അവനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ, അനന്തരം ദാവീദ് യഹോവയോട് ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമെന്ന് ചോദിച്ചു. യഹോവനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടെ ചെല്ലേണ്ടതെന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാട്. കണ്ടോ, കൃത്യമായി ഇസ്രായേലിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ആലോചന ചോദിക്കും, ഞാൻ എവിടെ പോകേണ്ടത്? ഹെബ്രോനിൽ പോകാൻ പറഞ്ഞു. അവിടെ എവിടെ പോകേണ്ടത്? കൃത്യമായ സ്ഥലങ്ങൾ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവാലോചന പ്രകാരം അവൻ മടങ്ങി വന്നിട്ട് അവൻ ദൈവത്തിൻ്റെ ഹിതം അവനിൽ കൂടെ അവൻ യെബൂസ് നഗരം പിടിച്ച് ദാവീദിൻ്റെ നഗരം എന്ന് പേരിട്ട് സിംഹാസനം ഉറപ്പിച്ച് മില്ലോ പണിത് അവൻ ദൈവത്തിൻ്റെ ആരാധന ആലയത്തിന് അടിസ്ഥാനമിടുവാൻ എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം അവൻ ചെയ്ത് ആ സിംഹാസനയ്ക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആലോചന ചെയ്യിച്ചു. സ്തോത്രം. അപ്പോൾ അവിടെ വെച്ച് ഹെബ്രോന് പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിൻ്റെ രാജാവായിട്ട് വീണ്ടും ഒരു അഭിഷേകം ചെയ്തു. രണ്ടാമതൊരു ടച്ചിങ്, രണ്ടാമത്തൊരു അഭിഷേകം. ദൈവമക്കളെ, നമ്മൾ പല വഴിക്കാ തിരിഞ്ഞു പോയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കും അതുപോലൊരു മടങ്ങി വരവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവം നിശ്ചയിച്ച പ്രവൃത്തി നമ്മൾ കൂടെ ചെയ്തെടുക്കുവാൻ, നമ്മളെ പോരാടുന്ന ശത്രുവിനെ ജയിപ്പാൻ ദൈവം ഒരു അവസരം ഇന്ന് പകൽക്കാലം നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് മടങ്ങി വന്ന് ദൈവസന്നിധി നമുക്കൊരു ആലോചന പറയുക. കർത്താവേ, ഞാൻ പല യുദ്ധങ്ങൾ ചെയ്തു, പല ശുശ്രൂഷ ചെയ്തു, ഞാൻ മടങ്ങി വരുന്നു. നീ ഞാൻ എവിടെയൊക്കെയാണ് ഇനി ശുശ്രൂഷയ്ക്ക് പോകേണ്ടത്? എന്നെ വിളിച്ചത് എവിടെയാണ്? ആമേൻ. ദൈവം പറഞ്ഞു, നീ പോവൂ, എബ്രോനിലോട്ട് ചെല്ലേ. അവിടെ വെച്ച് സഹോദരന്മാർ വന്നവനെ അഭിഷേകം ചെയ്തതുപോലെ ഈ ദിവസം നമുക്ക് കൂട്ടായ്മയിലേക്കും പരിശുദ്ധാത്മ കൂട്ടായ്മയിലേക്കും മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നിന്ന് താണിരിക്കാം. കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരുന്നുകൊണ്ട് ആ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി അന്ത്യകാലത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും. അതിനുവേണ്ടി ഒന്ന് മടങ്ങി വരാൻ എത്ര പേർ തയ്യാറായിരിക്കും? അതുവരെ വേണ്ടി ഇന്ന് പരിശുദ്ധാത്മ ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് ശക്തമായി ഇടപെടുന്നു. നമ്മൾക്ക് തെറ്റിപ്പോയ മണ്ഡലങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ അവസാനം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നു, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ ശുശ്രൂഷ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ അന്ത്യകാലത്ത് ഈ തലമുറയിൽ ദൈവഹിതപ്രകാരമുള്ള ശുശ്രൂഷ, ഇന്നലെ ചെയ്ത ശുശ്രൂഷകളിൽ ഇന്നലെ അപ്പച്ചന്മാർ ചെയ്ത ശുശ്രൂഷയില്ല, അതൊന്നുമല്ല. ഈ തലമുറയിൽ ഈ അന്ത്യകാലത്തെ പൈശാചിക കിങ്ഡങ്ങൾ അതിൻ്റെ ശക്തിയോടെ മുഴുവലത്തോടെ വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവസന്നിധി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ഇന്ന് നമ്മളെ ഒന്നുകൂടെ തൊടും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാതെ വന്ന ദാവീദ് എന്ന ഇസ്രായേലിൻ്റെ മധുരഗായകനും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം അങ്ങ് തിരഞ്ഞെടുത്ത ദാവീദിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ചില വിഷയങ്ങളുടെ അകത്ത് കൊട്ടാര സുഖം അവൻ്റെ മുമ്പിൽ വെച്ച് നീട്ടിയപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ ആമേ ദൃഷ്ടി അവൻ്റെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളഞ്ഞ് അവനെ കൊട്ടാരത്തിൽ ഒതുക്കി ഭൃത്യനാക്കി, ശതാധിപനാക്കി, അവനെ രാജസിംഹാസനത്തിൽ ആ സിംഹാസനം കിട്ടാത്തവനായി അവനെ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ച് രാജ്യത്ത് അലഞ്ഞുതിരിക്കുന്നവനെ പോലെ ആക്കി തീർത്തത്. ശത്രുവിൻ്റെ പാളയത്തിപ്പോയി ഇരന്ന് വാങ്ങി ഒരല്പം സ്ഥലം മേടിച്ച് അവനും എൻ്റെ കുടുംബവും പാർത്ത് യുദ്ധം ചെയ്യുന്ന പോലെ നിലയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ രാജകീയ ശുശ്രൂഷ പ്രാപിച്ച ഞങ്ങൾക്ക്, രാജകീയാഭിഷേകം ഞങ്ങൾക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ദൈവദേശത്തിന് വേണ്ടി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് തിരുസനിലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങളെ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദാവീദ് ആലോചന ചോദിച്ചതുപോലെ ഇന്ന് ഞങ്ങൾ ആലോചന ചോദിക്കുന്ന കർത്താവെ, ഈ പരീക്ഷയെ പിന്തുടർന്ന് പിടിക്കണമോ? നിശ്ചയമായി പിടിക്കും. പിന്തുടരുവാൻ പറഞ്ഞതുപോലൊരാലോചന ഞങ്ങൾക്ക് നൽകി തരണം. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലെ ശബ്ദം കേൾക്കണം. ഞങ്ങൾ മടങ്ങി വന്ന് ഞങ്ങൾക്ക് വിളിച്ച നിത്യരാജ്യത്തിൻ്റെ ആ രാജ്യത്വമാണ് ഞങ്ങളുടെ മേൽ കിടക്കുന്നത്. ദാവീദിൻ്റെ പുത്രന് ഇരിപ്പാനുള്ള സിംഹാസനം ദാവീദ് യഥാസ്ഥാനപ്പെടുത്തി പണിതതുപോലെ ഞങ്ങളിൽ ഇരിക്കുവാൻ ക്രിസ്തു സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ഞങ്ങളിൽ വസിക്കുന്ന കർത്താവിനെ സ്ഥിരമായി ഇരുത്തി ഞങ്ങൾക്ക് നിത്യമായ അങ്ങയുടെ രാജ്യത്തിൻ്റെ ഹിതം മനസ്സിലായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് അതിനുവേണ്ടി ഈ വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ വെളിയിലേക്ക് തിരഞ്ഞെടുപ്പ് മടക്കി കൊണ്ടുവരുവാൻ ഞങ്ങളെ തന്നെ തിരുക്കരലിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ഒരു സെക്കൻഡ് ടച്ചിങ്, ഒരു രണ്ടാമതൊരു അഭിഷേകം ഇന്ന് ഞങ്ങളുടെ മേൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകർന്നതിന് സ്തോത്രം. ഞങ്ങളെ മടക്കി വന്നതിന് സ്തോത്രം. മുഴുമഹത്വം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.
കർത്താവിൻ്റെ മക്കളെ, ഈ വചനങ്ങളാൽ നമ്മളെ പിന്നെയും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി അവൻ്റെ എല്ലാ സകല നന്മയിലേക്ക് കൊണ്ട് നമ്മുടെ വിളിയിലേക്ക് കൊണ്ടുവന്ന് ഈ അന്ത്യകാലത്ത് അത്തേസൻ്റെ സൃഷ്ടി ചെയ്യുവാൻ നാം വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ അധികം ശ്രമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, 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 ആമേൻ.